പറവൂരിലെ CPI-യിൽ വിഭാഗീയത രൂക്ഷം. സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. KM ദിനകരനും മകനും പട്ടികയിൽ വന്നതിനെതിരെ പ്രതിഷേധം ശക്തമായി. ഇതോടെ 200ഓളം പാർട്ടി അംഗങ്ങൾ അംഗത്വം പുതുക്കിയിട്ടില്ല എന്നൊരു വിവരം കൂടി വരുന്നു. ലേബി സജീന്ദ്രൻ, പറവൂരിൽ ഒരു പക്ഷേ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നേക്കാമെന്നാണ്. വന്നിട്ടില്ലെങ്കിൽ CPI-യുടെ കാര്യം കുറച്ചുകൂടി പരിങ്ങളിലാവും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദിനകരനും മകനുമൊക്കെ പട്ടികയിൽ വന്നു, അത് ചോദ്യം ചെയ്തൊരു വിഭാഗം നിൽക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CPI-യിൽ കുഴിഞ്ഞുപോക്കുണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവും. പറവൂരിൽ എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ ഒടുവിൽ? ലിബി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്ന് തന്നെയാണ് നമുക്ക് ആ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നും കിട്ടുന്ന വിവരം. ഏതായാലും ഡോക്ടർ അരുൺ, എറണാകുളം ജില്ലയിലെ CPI-യുടെ ഒരു കുത്തക മണ്ഡലമായിരുന്നു ഒരു കാലത്ത് പറവൂർ. എന്നാൽ ഇന്ന് വിഭാഗീയതയുടെ ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമായി പറവൂർ മണ്ഡലം മാറിയിരിക്കുന്നു. നേരത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായ N ശിവൻപിള്ളയും ബാലൻ വക്കീലുമൊക്കെ സ്ഥിരമായി വിജയിച്ചു കയറിയ മണ്ഡലം. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ P രാജു 2 തവണ വിജയിച്ച മണ്ഡലം. അതിനുശേഷമാണ് P രാജുവിനോട് മത്സരിച്ച് VD സതീശൻ മണ്ഡലം പിടിച്ചെടുക്കുന്നത് 2001-ൽ. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ആ മണ്ഡലത്തിൽ തൊടാൻ CPI-ക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല 2006-ലാണ് വിഭാഗീയത ഏറ്റവും ശക്തമായി തുടങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2006-ൽ KM ദിനകരൻ VD സതീശനോട് മത്സരിച്ച് പരാജയപ്പെടുന്നു. അതിനെ തുടർന്നാണ് അന്ന് പാർട്ടിക്കുള്ളിലെ തർക്കവും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ പറവൂരിൽ തുടങ്ങുന്നത്. വിഭാഗീയത പിന്നീട് ഇങ്ങോട്ട് ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ്. 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പാർട്ടി ക്ഷയിച്ചു വരുന്നതല്ലാതെ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താനോ പാർട്ടിയെ ശക്തിപ്പെടുത്താനോ നീക്കം നടക്കുന്നില്ല. ഇതിലാണ് കടുത്ത അതൃപ്തി CPM-നുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ തവണ ഇങ്ങോട്ട് 2001 മുതൽ VD സതീശൻ പടയോട്ടം നടത്തുകയാണ്. പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഭൂരിപക്ഷം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്ക് വന്നപ്പോൾ 21,000-ലേക്ക് ഭൂരിപക്ഷം ഉയർന്നു. ഇനി ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഐഡന്റിറ്റിയിൽ കൂടിയാണ് VD സതീശൻ മത്സരത്തിനിറങ്ങുന്നത്. ആ സമയത്ത് ദുർബലനായ സ്ഥാനാർത്ഥി പോരാ എന്നിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് താരതമ്യേന KM ദിനകരനും മകനും ദിവിൻ ദിനകരനും പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. ഇതിനെതിരെയാണ് ഒരു വിഭാഗം വളരെ ശക്തമായ പ്രതിഷേധവുമായി അവിടെ വന്നിരിക്കുന്നത്. അവരുടെ ആരോപണം ഇങ്ങനെയായിരുന്നു, അതായത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അത്രയും ലാഘവത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയിരിക്കുന്നത്. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി CPI-ക്ക് മുന്നോട്ട് പോകാനായില്ല. അവിടെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരിക തന്നെ ചെയ്യും എന്നാണ് നമുക്ക്. ഞാനൊരു രഹസ്യമായി ചോദിച്ചോട്ടെ, ആരും കേൾക്കണ്ട. ആരാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളത്? അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? ഡോക്ടറിന്റെ സൂചനയൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊരു വനിതയാണെന്നും പുതുമുഖമാണെന്നും ഒക്കെ ഒരു സൂചന ഞാൻ കേൾക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ ഒരു ആധികാരികത പരിശോധിച്ചതിന് ശേഷം ആ സർപ്രൈസ് നമുക്ക് പൊളിക്കാം. വല്ല സിനിമാ താരങ്ങളോ മറ്റോ ആണോ? രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്, സിനിമാ താരമല്ല. എന്തായാലും ആ ഒരു പരീക്ഷണം നടത്താനാണ് ഒരുങ്ങുന്നതെന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. എന്നാലും ഈ സമയത്ത് അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ആ സർപ്രൈസ് പൊളിക്കാം. ഏതായാലും നമുക്കത് ആദ്യം കൊടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡോക്ടർ. ഓക്കെ, ലേവിക്ക് അറിയാം. ഇത് കഴിച്ചിട്ട് വേണം ലീവ് എടുത്തെന്ന് ചോദിക്കാൻ. പ്രേക്ഷകരുടെ പറയുന്നതിനകത്ത് എന്തോ ഒരു തടസ്സമുണ്ട് സോഴ്സിന്റെ. നമുക്കത് അറിയാൻ ശ്രമിക്കാം. എന്തായാലും അത് ആരായിരിക്കും ആ സർപ്രൈസ് സ്ഥാനാർത്ഥി? VD സതീശനെ നേരിടാൻ വേണ്ടി CPI കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന ആ വജ്രായുധം അതാരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പുറത്തു വന്നിരിക്കുന്നൊന്നും കാര്യമാക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.